കേരളത്തിൽ ഗുരുപൂജയെയും ഭാരതമാതാവിനെയും എതിർക്കുന്ന ചിലരാണ് അയ്യപ്പ ഭക്തരായി നടിക്കുന്നതെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. എന്ത് സംസ്കാരമാണ് ഇതെന്ന് മനസ്സിലാകുന്നില്ല. നിലപാടിൽ ഉറപ്പുണ്ടെങ്കിൽ തുറന്നു പറയണമെന്നും ഗവർണർ പറയുകയുണ്ടായി. നവരാത്രി സർഗോത്സവത്തിന്റെ ഭാഗമായി കോഴിക്കോട് കേസരി ഭവനിൽ നടക്കുന്ന സർഗസംവാദം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭാരത് മാത, ഗുരുപൂജ എന്നിവ നമ്മുടെ സംസ്കാരമാണ്. അത് അവഗണിക്കാൻ കഴിയില്ല. നമ്മുടെ രക്തത്തിലും ചിന്തകളിലും നിറഞ്ഞു നിൽക്കുന്നതാണതെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. RSSുമായി ബന്ധമുണ്ട് എന്ന് പറയുന്നതിൽ അഭിമാനമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. The problem here in Kerala is like this, is the same one. The people who have been opposing our culture, people who have very reservations or criticizing Guru Puja, people who are criticizing Bharat Mata, they all pretend to be Sabrimala's devotees. I don't know from where this culture has come. I don't doubt about their sanctity in their minds. If you really have that sanctity, if you really have those principles and those bhava in your minds, come out openly and tell us. But this has to be noted. This has to be listened to, and we must all see that what are these people. Why this is being done? Only for political convenience. Bharat Mata and Guru Puja and all these things are not politically convenient for anybody. It is in our blood and thought and everything. We are not politically motivated. അനഘ ഹർഷനാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത്. അനഘ, കപട നാണയങ്ങളെ, കപട മുഖങ്ങളെ തുറന്നു കാട്ടുകയാണ് ഗവർണർ ചെയ്തത്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? കൃത്യമായി തന്നെ സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെയുള്ള അതിരൂക്ഷ ഭാഷയിലുള്ള വിമർശനമാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇന്ന് നടത്തിയിരിക്കുന്നത്. ഈ കേസരിയിൽ നവരാത്രി സർഗോത്സവത്തിന്റെ ഭാഗമായി നടത്തിവരുന്ന സർഗസംവാദ സദസ്സിൽ ഉദ്ഘാടകനായി എത്തിയതായിരുന്നു ഗവർണർ. ഈ സമയത്താണ് ഇത്തരത്തിലൊരു പരാമർശം ഗവർണർ നടത്തിയത്. അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഗുരുപൂജയും അതുപോലെ തന്നെ ഈ മാതാവിനെയും എതിർക്കുന്നവർ തന്നെ ഈ അയ്യപ്പ ഭക്തരായി നടുക്കുകയാണ് എന്നൊരു പരാമർശമാണ് ഗവർണർ നടത്തിയിരിക്കുന്നത്. അതായത് സർക്കാരും ദേവസ്വം ബോർഡും സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ തന്നെയാണ് ഗവർണർ ഇന്ന് സംസാരിച്ചത്. ഗുരുപൂജയും ഭാരതമാതാവും ഒക്കെ തന്നെ അത് രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണ്. അതൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. അത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ മുതലെടുക്കാൻ പാടില്ല എന്ന് തുടങ്ങുന്ന കാര്യങ്ങളായിരുന്നു അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, താൻ ഇവിടെ നിന്ന് ഈ പരിപാടിയിൽ സംസാരിക്കുന്നത് ഒരു RSSകാരനായിട്ടാണ് താൻ സംസാരിക്കുന്നത്. അതിൽ തനിക്ക് അഭിമാനമുണ്ട് എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. വലിയ രീതിയിൽ അദ്ദേഹത്തിനെതിരെ ഈ RSSുമായി കാര്യങ്ങൾ പറയുന്നതിനോടനുബന്ധിച്ച് വലിയ വിമർശനം മറ്റു മാധ്യമങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന് ഉയർന്നു വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം പ്രത്യക്ഷമായി തന്നെ താൻ ഒരു RSSകാരനാണ്, അങ്ങനെ RSSകാരനാണെന്ന് പറയുന്നതിൽ തനിക്ക് അഭിമാനമാണ് എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊന്ന്, ഏത് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഗുരുപൂജയും അതുപോലെ തന്നെ ഭാരത് മാതാവിനെയും ഒക്കെ തന്നെ അവഹേളിക്കുന്ന ഒരു നിലപാട് അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അത് പലരുടെയും ഒക്കെ തന്നെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു സംസ്കാരമാണ്. അതിനെ ഈ രീതിയിൽ ഇകഴ്ത്തിക്കെട്ടാൻ സമ്മതിക്കില്ല. അത് മുന്നോട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഈ സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം, ആ അയ്യപ്പ സംഗമത്തിനെതിരെ തന്നെയാണ് ഗവർണർ ഇന്ന് സംസാരിച്ചത്. അതിരൂക്ഷ ഭാഷയിൽ തന്നെയാണ് അതിനെതിരെ വിമർശനവും ഉന്നയിച്ചത്. അതായത് അദ്ദേഹം ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഈ ആഗോള അയ്യപ്പ സംഗമവും അതുപോലെ തന്നെ ഗുരുപൂജയും അതുപോലെ തന്നെ ഈ ഭാരത മാതാവിനെയും ഒക്കെ തന്നെ എതിർക്കുന്ന ചിലർ ഈ അയ്യപ്പ ഭക്തരായി നടിക്കുകയാണ്. ആ പരാമർശമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് നടിക്കുകയാണ് എന്ന പരാമർശം, ഇതെല്ലാം തന്നെ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ തന്നെ ഈ കാണിക്കുന്ന എല്ലാം തന്നെ അതൊക്കെ ഒരു നാട്യമാണ് എന്ന് കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതൊക്കെ തന്നെ കപട ഭക്തിയും കപട നിലപാടുമാണ് സംസ്ഥാന സർക്കാരിൻ്റെത് എന്ന് കൂടിയാണ് അദ്ദേഹം ഇന്ന് തുറന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിന് തന്നെയാണ് ഗവർണർ പ്രത്യക്ഷമായി തന്നെ ഈ രീതിയിലുള്ള വിമർശനം, അതിരൂക്ഷ ഭാഷയിലുള്ള വിമർശനം ഉന്നയിച്ചത്. അനു, തീർച്ചയായും അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകി. ഭാരതാംബയെ എതിർക്കുന്നവർ അയ്യപ്പ ഭക്തരായി എന്തിന് നടിക്കുന്നു എന്നുള്ള പ്രസക്തമായ ചോദ്യം കൂടി ഗവർണർ ഉന്നയിക്കുകയുണ്ടായി.